നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഈ സാഹചര്യത്തിൽ അപകടവുമായി ബന്ധപ്പെട്ട് നിരവധി ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇവയിൽ പലതും വ്യാജമാണ്. ഇതിനിടെ വിമാനാപകടം 3 ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ പ്രവചിച്ചിരുന്നുവെന്ന തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പങ്കുവച്ച കുറിപ്പിൽ 3 ദിവസത്തിനകം ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകുമെന്നും ഇതിൽ ഒരാൾ രക്ഷപ്പെടുമെന്നുമാണ് എഴുതിയിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട ഒരു വിമാനത്തിന്റെ ചിത്രവും ഇയാൾ ചേർത്തിട്ടുണ്ട്. 4 ദിവസങ്ങൾക്ക് മുൻപ് ഈ കുറിപ്പ് പങ്കുവച്ചതായി കാണിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് നിരവധി പേർ പങ്കുവയ്ക്കുന്നത്. ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായതോടെ പലരും ആലി കൊണ്ടോട്ടിയുടെ പ്രൊഫൈൽ സന്ദർശിക്കുകയും ആ പോസ്റ്റ് അവിടെ നിലവിലുണ്ടെന്ന് കണ്ട് ഞെട്ടുകയും ചെയ്തു. ആലിയാണ് വിമാന ദുരന്തത്തിന് കാരണക്കാരനെന്നും ചിലർ ആരോപിക്കുവാൻ തുടങ്ങി. എന്നാൽ പ്രചരിക്കുന്ന ഈ വിവരങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് പിന്നീട് പുറത്തുവന്നു. 4 ദിവസം മുൻപ് ഫേസ്ബുക്കിലിട്ട ഈ സാധാരണ പോസ്റ്റായിരുന്നു അപകടം നടന്ന വ്യാഴാഴ്ച വൈകുന്നേരം തിരുത്തി വ്യാജ പ്രവചനമാക്കി മാറ്റിയതായിരുന്നു. ജൂൺ 9 ഉച്ചയ്ക്ക് 1:38 ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പോസിറ്റീവ് വന്നാൽ നോർത്ത് ഇന്ത്യയിൽ ക്ലിക്ക് ആയില്ലേലും 1000 കോടി തൂക്കും. ആലിയാടാ പറയുന്നത്, വെക്കടാ ഇതിന് മേലെ ഒരെണ്ണം. എന്നാൽ വിമാന അപകടം നടന്ന വ്യാഴാഴ്ച, അതായത് ജൂൺ 12 വൈകുന്നേരം 6:40 ഈ പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യ തിരുത്തിൽ 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, വിമാനത്തിലെ എല്ലാവരും മരിക്കുമെന്നാക്കി മാറ്റി. കുറച്ചു സമയം കഴിഞ്ഞ് വൈകുന്നേരം 7:39 പോസ്റ്റ് വീണ്ടും തിരുത്തി. ഇത്തവണ ഒരു വിമാനാപകടത്തിന്റെ ചിത്രം കൂടി ചേർത്ത് പ്രഡിക്ഷൻ: 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, വിമാനത്തിലെ എല്ലാവരും മരിക്കും എന്നാക്കി. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ രാത്രി 7:40 ഇത് വീണ്ടും തിരുത്തി. #പ്രഡിക്ഷൻ: 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, വിമാനത്തിലെ 99.5% ആൾക്കാരും മരിക്കും. ഇതായിരുന്നു ഇത്തവണത്തെ തിരുത്ത്. അവസാനമായി രാത്രി 8:07 പോസ്റ്റിൽ വീണ്ടും മാറ്റം വരുത്തി. പ്രഡിക്ഷൻ: 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാകും, ഒരാൾ രക്ഷപ്പെടുമെന്നാക്കി മാറ്റുകയായിരുന്നു. ഈ പോസ്റ്റ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:37 ടോസ്പി ഡിറ്റക്റ്റഡ് എന്നീ കൂട്ടിച്ചേർത്ത് വീണ്ടും തിരുത്തിയിട്ടുണ്ട്. അതായത് എഡിറ്റഡ് പോസ്റ്റ് എന്നത് അക്ഷരങ്ങൾ മാറ്റി എഴുതിയതാണ്, ടോസ്പി ഡിറ്റക്റ്റഡ് എന്നാക്കി. വിമാന അപകടം പോലെ നടക്കുന്ന ദുരന്ത വാർത്തകൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരമായ തമാശകൾ ഒഴിവാക്കണമെന്ന് പ്രമുഖ ജ്യോത്സ്യനായ ഹരി പത്തനാപുരം കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ ആവശ്യപ്പെട്ടു. സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട പോസ്റ്റ് കണ്ട് ഞെട്ടിപ്പോയെന്നും ഇത്തരം പ്രവചനങ്ങൾ സാധ്യമാണോ എന്ന ചോദ്യം ഉയർന്നുവെന്നും അദ്ദേഹം പറയുന്നു. പിന്നീടാണ് സത്യം മനസ്സിലാക്കിയത്. മുമ്പ് ഇട്ട പോസ്റ്റിനെ എഡിറ്റ് ചെയ്തതാണ്, വിമാനാപകടം ഉണ്ടാക്കിയ ശേഷം എഡിറ്റ് ചെയ്ത് ചേർത്തതാണ്. ഈ സമയത്തല്ല ഇത്തരമൊരു ക്രൂരമായ തമാശയെന്നും ഹരി പത്തനാപുരം പറയുന്നു. വിമാനാപകടത്തിന്റെ വാർത്തകൾ പുറത്തുവന്നപ്പോൾ തന്റെ അടുത്ത സുഹൃത്തും സഹോദരതുല്യനുമായ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂവായ വ്യക്തിയെ വിളിച്ചിരുന്നുവെന്നും ഹരി പത്തനാപുരം പറയുന്നുണ്ട്. ഇതേ വിമാനം UK-യിൽ നിന്ന് മടങ്ങുമ്പോൾ ആ വിമാനത്തിൽ ക്യാബിൻ ക്രൂവായി പ്രവർത്തിക്കേണ്ടയാളായിരുന്നു. തന്റെ ഫോൺ കോൾ എടുത്ത ശേഷം അയാൾ പൊട്ടിക്കരഞ്ഞു. എന്നാൽ സഹോദരങ്ങളെ പോലെ സ്നേഹിച്ച സഹപ്രവർത്തകരാണ് അപകടത്തിൽ മരിച്ചതെന്ന് പറഞ്ഞ് കരഞ്ഞു. അപകടത്തിൽ മരിച്ച സഹപൈലറ്റിൽ ഒരാൾ അടുത്ത സുഹൃത്താണ്. അയാളുടെ അമ്മ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ ആയിരുന്നു. മകനെ പൈലറ്റ് ആക്കണമെന്ന് ആഗ്രഹിച്ചു, ആ ലക്ഷ്യത്തിൽ എത്തിച്ചുവെന്നും ഹരി പത്തനാപുരം പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. ഈ പോസ്റ്റുകൾ വ്യാപകമാകുന്നതിനിടെ തന്നെ മറ്റൊരു ജ്യോതിഷിയും തിരയുകയാണ് സൈബർ ലോകം. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് വൻ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ ഒരാഴ്ച മുൻപ് ഒരു ഇന്ത്യൻ ജ്യോതിഷി ഒരു വിനാശകരമായ വിമാനാപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ആസ്ട്രോ ഷർമിഷ്ഠ എന്ന പേരിൽ അറിയപ്പെടുന്ന ജ്യോതിഷി കഴിഞ്ഞ വർഷമാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. 2025 വിമാനാപകട വാർത്തകൾ നമ്മെ ഞെട്ടിച്ചേക്കാമെന്നായിരുന്നു ഇവർ പ്രവചിച്ചിരുന്നത്. ഇതിനിടെ കഴിഞ്ഞ ആഴ്ച സമൂഹമാധ്യമമായ എക്സിൽ അവർ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2025 ഒരു വൻ വിമാനാപകടം ഉണ്ടാകുമെന്നാണ് അവർ ആവർത്തിച്ചത്. തന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവചനത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണെന്നാണ് അവർ അവകാശപ്പെട്ടത്. ഈ മാസം 5 അവർ വീണ്ടും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത്. വിമാനാപകടത്തെ തുടർന്ന് ഇവരുടെ പ്രവചനം വൈറലായി മാറിക്കഴിഞ്ഞു. ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വീണ്ടും നിങ്ങളുടെ കൃത്യത തെളിയിച്ചിരിക്കുന്നുവെന്നാണ്. വിമാന അപകടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രവചനം കേട്ട് ഞാൻ സ്തബ്ധനായി ഇരുന്നു പോയി എന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരാൾ ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രവചനം എപ്പോഴും ഇത്ര കൃത്യമാകുന്നത് എങ്ങനെയെന്നാണ്. അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണതിന് തൊട്ടു പിന്നാലെ ഇവരുടെ പ്രവചനം വലിയ തോതിലാണ് വൈറലാകാൻ തുടങ്ങിയത്. എന്നാൽ വിമാനാപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. യന്ത്ര തകരാറാണോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ അപകടത്തിലേക്ക് എത്തിയതെന്നാണ് ഇനി മനസ്സിലാക്കുവാനായി ഉള്ളത്. വിമാന അപകടങ്ങളിൽ പ്രാഥമിക നിഗമനം എപ്പോഴും തെറ്റായിരിക്കുമെന്നാണ് അനുഭവം. ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡിലെ വിവരങ്ങൾ വിശകലനം ചെയ്താലേ കാരണം കൃത്യമായി അറിയുവാനാകൂ.
ആധികാരിക വിവരം കിട്ടാതെ അപകട കാരണം പറയാനാകില്ല. തൽക്കാലം അഭ്യൂഹങ്ങൾ പരത്തരുത്. ബോയിങ് ഡ്രീം ലൈനറിന്റെ 2 എഞ്ചിനും ഒരുമിച്ച് തകരാറിലാകാനുള്ള സാധ്യത ലക്ഷം കോടിയിൽ ഒന്ന് മാത്രം, അതായത് 1 in a trillion. ഇന്ധനം മലിനമായാൽ ഫ്യൂവൽ സ്റ്റാർവേഷൻ സംഭവിച്ച് 2 എഞ്ചിനും തകരാറിലാകാം. പക്ഷേ അപ്പോൾ ഇങ്ങനെയല്ല വിമാനം പ്രതികരിക്കുക. പൈലറ്റിന് പ്രവർത്തിക്കുവാൻ കൂടുതൽ സമയം ലഭിക്കും. ഇവിടെ അത് ലഭിച്ചിട്ടില്ല. ഓട്ടോ മാനുവൽ രീതികൾ ചേർന്ന ഹൈബ്രിഡ് മോഡിലാണ് ടേക്ക് ഓഫും ലാൻഡിംഗും. റൺവേ നീളം, വിമാനത്തിന്റെ ഭാരം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചു വേണം എത്ര വേണമെന്ന് കമ്പ്യൂട്ടർ നിശ്ചയിക്കുക. ആ സ്പീഡ് ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യണം. V1 അതായത് വെലോസിറ്റി 1, VR, V2 എന്നിങ്ങനെ 3 സ്പീഡ് ഘടകങ്ങളുണ്ട്. V1 വേഗത്തിലേക്ക് എത്തും മുൻപ് പ്രശ്നം കണ്ടെത്തിയാൽ ടേക്ക് ഓഫ് ഒഴിവാക്കാം. ആ ഘട്ടം കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യുകയല്ലാതെ മറ്റു വഴിയില്ല. VR അതായത് വെലോസിറ്റി റൊട്ടേഷൻ എത്തുമ്പോൾ വീലുകൾ ഉള്ളിലേക്ക് വലിയുന്നു. അടുത്ത ഘട്ടമായ V2-വിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു. ആ സ്പീഡിൽ എത്തിക്കുകയാണ് പൈലറ്റ് ചെയ്യുന്നത്. ബോയിങ് ഡ്രീം ലൈനറിന് ഓട്ടോ ലാൻഡിംഗ് സംവിധാനമുണ്ട്. തികച്ചും പ്രതികൂലമായ കാലാവസ്ഥയും കാഴ്ചക്കുറവും വിസിബിലിറ്റി ആണെങ്കിൽ ഓട്ടോ പൈലറ്റ് ലാൻഡിംഗ് ആണ് ചെയ്യുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ പൈലറ്റിന് തീരുമാനിക്കാം. ടേക്ക് ഓഫിന് മുൻപുള്ള സാങ്കേതിക പരിശോധനകളിൽ പിഴവിന് സാധ്യത കുറവാണ്. എഞ്ചിനീയർമാർ, സൂപ്പർവൈസർ എല്ലാം കഴിഞ്ഞ് പൈലറ്റ്, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ വക പരിശോധന. മാത്രമല്ല എഞ്ചിൻ നിർമ്മാതാക്കൾ രാജ്യാന്തര തലത്തിൽ നിരീക്ഷിക്കും. ഒരിക്കൽ പറക്കലിനിടെ വലത്തെ എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് പൈലറ്റിന് സന്ദേശം കിട്ടി. കുഴപ്പം കാണുന്നില്ലെന്ന് പൈലറ്റ് പറഞ്ഞപ്പോൾ അരമണിക്കൂറിനുള്ളിൽ എഞ്ചിൻ ഓഫ് ആകുമെന്നായിരുന്നു മറുപടി. അത്രയ്ക്ക് വിപുലമാണ് സുരക്ഷാ സംവിധാനം. ഇന്ത്യൻ വ്യോമയാന രംഗത്തെക്കുറിച്ചും വിമാനങ്ങളെ സുരക്ഷയെക്കുറിച്ചും ഏറെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് അഹമ്മദാബാദ് ദുരന്തം. എന്താണ്, എവിടെയാണ്, ആർക്കാണ് പിഴച്ചതെന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ഞാൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ആയിരിക്കെയാണ് ഇന്ത്യയിലേക്ക് ബോയിങ് 787 വിമാനങ്ങൾ എത്തിത്തുടങ്ങിയത്. തകർന്നു വീണ വിമാനത്തിന് 11 വർഷം മാത്രമാണ് പഴക്കം. 50 വർഷത്തിലേറെ പ്രവർത്തനകാലം അവകാശപ്പെടുന്ന ബോയിങ് അതൊരു പഴക്കമേ അല്ല. വിമാനം പറത്തിയിരുന്നത് വളരെ പരിചയസമ്പന്നരായ പൈലറ്റുമാരായിരുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനകൾ പൂർത്തിയാക്കി ചെക്ക് ലിസ്റ്റുമായിട്ടാണ് ക്യാപ്റ്റൻ വിമാനത്തിലേക്ക് എത്തുക. ഓരോന്നും വീണ്ടും പരിശോധിച്ച് പ്രവർത്തനക്ഷമമെന്ന് ഉറപ്പുവരുത്തും. ഈ ഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനോ ക്യാപ്റ്റനോ നോട്ടപ്പിശകുണ്ടായാൽ വിമാനത്തിലെ ആധുനിക സാങ്കേതിക വിദ്യകൾ മുന്നറിയിപ്പ് നൽകും. അപ്പോൾ എന്താകും അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുക? ബ്ലാക്ക് ബോക്സും കോക്പിറ്റിലെ ആശയവിനിമയങ്ങൾ റെക്കോർഡ് ചെയ്തതും പരിശോധിച്ച് മാത്രമേ ഉത്തരം കണ്ടെത്താനാകൂ. ആ ചാരക്കൂമ്പാരത്തു നിന്ന് പെട്ടെന്ന് തന്നെ അപകട കാരണം കണ്ടെത്താനാകുന്നതേ ഉള്ളൂ. വ്യോമയാന മേഖലയിൽ വലിയ കുതിപ്പിന്റെ പാതയിലാണ് ഇന്ത്യ. 2030 ആകുമ്പോഴേക്കും ഏതാണ്ട് 950 എയർബസ്, ബോയിങ് വിമാനങ്ങളാണ് എയർ ഇന്ത്യയും ഇൻഡിഗോയും ചേർന്ന് ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഈ കുതിപ്പിന് പറ്റുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള പാഠമായി മാറണം അഹമ്മദാബാദ് അപകടം. ഇത് കൃത്യമായി നടക്കണമെങ്കിൽ DGCAയുടെ മേലുള്ള സർക്കാർ നിയന്ത്രണം മാറ്റി ഭരണപരമായ പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള സംവിധാനമാക്കണം. സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് രൂപം കൊടുക്കണമെന്ന ആശയവും മുൻപുണ്ടായിരുന്നു. ഇന്ത്യയിൽ DGCA എന്ന് പറഞ്ഞാൽ അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് മേധാവി. ഇദ്ദേഹത്തിന് മുകളിൽ സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയും മന്ത്രിയുമുണ്ട്. വ്യോമയാന രംഗത്തുള്ള കമ്പനികളുടെ ഇടപെടലുകൾക്ക് മുന്നിൽ മുട്ടടിക്കാതെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് വയലാർ രവി സിവിൽ ഏവിയേഷൻ മന്ത്രിയായിരുന്ന കുറച്ചു കാലത്ത് മാത്രമാണ്. അദ്ദേഹത്തിന് മുൻപും പിൻപും അതുണ്ടായിട്ടില്ല. പ്രൊഫഷണലായ യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സിവിൽ ഏവിയേഷൻ അതോറിറ്റി എന്ന സ്വതന്ത്ര ബോഡി രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോറിറ്റി രൂപീകരണ ബിൽ വരെ തയ്യാറാക്കിയാണ് താൻ പടിയിറങ്ങിയത്. എന്നാൽ സർക്കാരിന്റെ തൊഴുത്തിൽ തന്നെ കെട്ടാനാണ് ഇപ്പോഴും ഭരണ നേതൃത്വം താൽപര്യം. ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് AIB ഉണ്ടെങ്കിലും അത് മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണ് വരുന്നതെന്നും ഒരു ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.